അമ്പുടന് വയസ്സൊന്നായില്ലേ പെണ്ണേ? നിനക്കിനി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിച്ചുകൂടെ? നീ PG കഴിഞ്ഞതല്ലേ? ഇങ്ങനെ ഇനി വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കാതെ എന്തെങ്കിലും ഒരു പണി നോക്ക്. രമ്യ കാര്യമായി ദേവിയെ ഉപദേശിക്കുകയാണ്. എടി, നിനക്കെൻ്റെ ഭാര്യയെ ജോലിക്ക് പറഞ്ഞു വിടാതെ സമാധാനമില്ലെന്നുള്ള മട്ടിലാണല്ലോ നിന്റെ സംസാരം. ദേവന്റെ ശബ്ദം കേട്ട് രമ്യയുടെ കണ്ണ് തള്ളി. അയ്യോ ദേവേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഞാനും കളിയായി പറഞ്ഞതാണ്. ഞാൻ ദേവിയോട് കുറച്ച് ദിവസമായി പറയുന്നു, മോനെ ഡേ കെയറിലാക്കിയതിന് ശേഷം നീ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുന്നെങ്കിൽ പൊക്കോളാൻ. പക്ഷേ ഇവൾ കേൾക്കുന്നില്ല. ദേവേട്ടനെ ഇവൾക്ക് പേടിയില്ല. അതുകൊണ്ടാണ് പെണ്ണിങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്തത്. രമ്യ രണ്ടുപേരെയും നോക്കി. നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. വിവാഹം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആകുമ്പോൾ നിനക്ക് ഞാനിപ്പോൾ പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ദേവിയും വിട്ടുകൊടുത്തില്ല. ദേവേട്ട, സമയം 6 എന്നാൽ പിന്നെ നമുക്കിനി ഫംഗ്ഷൻ ആരംഭിക്കാം. സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. ഞാൻ അമ്പൂട്ടനെ ഉണർത്തി ഡ്രസ്സ് ചെയ്തിട്ട് വരാം. ദേവി എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അമ്പൂട്ടനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. അവൻ വല്ലാത്ത നിർബന്ധ കരച്ചിലാണ്. ഹരിയും ദേവനും ദേവിയും അമ്പൂട്ടനും ഇപ്പോൾ ഒരേ നിറത്തിലെ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. അമ്പൂട്ടനെ നടുക്കാക്കി ദേവിയും ദേവനും ചേർന്ന് കൈ പിടിച്ച് കേക്ക് മുറിച്ചു. രണ്ടുപേരും കുഞ്ഞു പീസ് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തതിന് ശേഷം കേക്ക് ദേവിയും ദേവനും പരസ്പരം വായിൽ വെച്ചു. അമ്മുവിൻ്റെയും ഹരിയുടെയും വായിൽ അമ്പൂട്ടനെ കൊണ്ട് കേക്ക് വെപ്പിച്ചു. അതിനുശേഷം അവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്ന തിരക്കായിരുന്നു. എന്നാൽ അമ്പൂട്ടൻ അതൊന്നും ഇഷ്ടപ്പെടാതെ ഒരേ കരച്ചിലാണ്. ഹരിയും അമ്മുവും ദത്തനും കൂടി കേക്ക് ചെറിയ പീസാക്കി ഗസ്റ്റിന് കൊടുക്കുന്ന തിരക്കിലും. ഹലോ JK, നീ ഇതുവരെ ഇറങ്ങിയില്ലേ? ഡാ, ഞാൻ പകുതി വഴിയിലെത്തി തിരക്കിൽപ്പെട്ട് കിടക്കുവാണ്. വേഗം ഇങ്ങെത്ത്. നീയാണ് ഇന്നത്തെ ഞങ്ങളുടെ VIP. ഓ പിന്നെ, ബർത്ത്ഡേക്ക് വന്ന ഗസ്റ്റിനെ ഭക്ഷണം കഴിക്കാനായി ദേവനും ഹരിയും കൂടി കൂട്ടിക്കൊണ്ടു പോകുന്ന തിരക്കാണ്. ഏകദേശം 8 മണിയായപ്പോൾ തിരക്ക് കൂടി. അമ്പൂട്ടൻ ആളും ബഹളവും കണ്ട് ഒരേ കരച്ചിൽ. എല്ലാവരും മാറി മാറി എടുത്തിട്ടും അവൻ്റെ കരച്ചിലിനാക്കാൻ കുറഞ്ഞില്ല. ഇതെന്താ ദേവേട്ട, മോൻ ഇങ്ങനെ കരയുന്നേ? ഇനി വയ്യാതെ എന്തെങ്കിലും കാണുമോ? അതൊന്നുമില്ലടോ, ഇത്രയും തിരക്കൊക്കെ കണ്ടതിൻ്റെയാണ്. ഞാൻ അവനെയും കൊണ്ട് പുറത്തു പോയിട്ട് വരാം. ഇപ്പോഴോ? വരുന്നവർ ദേവേട്ടനെ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? ഹരി, ദേവൻ ഹരിയെ വിളിച്ചു. ഹരി അടുത്തേക്ക് വന്നു. എന്താ ഏട്ടാ, എവിടേക്കാ? ഇവൻ വല്ലാത്ത പിണക്കമാണെടാ. ഞാനൊന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വരാം. വേണ്ടെന്ന് പറയൂ ഹരി, ഈ തിരക്കിനിടയിൽ ഇപ്പോൾ പോകണ്ട. അതൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങി വരാം. ദേവൻ അമ്പൂട്ടനെ എടുത്ത് ബൈക്കിലിരുത്തി പുറത്തേക്ക് പോയി. ദേവൻ തിരികെ വരുന്നില്ല. ഹരിയുടെ റിങ് ചെയ്യുന്നത് കേട്ട് അമ്മുവാണ് അതെടുത്ത് ഹരിയെ ഏൽപ്പിച്ചത്. ഏട്ടാ, കുറേ നേരമായി ഏട്ടനെ മൊബൈൽ റിങ് ചെയ്യുന്നു. ഹരി വേഗം കോൾ അറ്റൻഡ് ചെയ്തു. അവൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഊർന്ന് നിലത്തേക്ക് വീണുപോയി. ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും കണ്ണ് മുഴുവനും പുറത്തെ ഗേറ്റിലേക്കാണ്. ഹരി ദത്തൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ മുഖമാകെ വിളറി വെളുത്തിരിക്കുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ദത്തനാകെ സംശയമായി. എന്താടാ, എന്തു പറ്റി? ദത്ത, സിദ്ധു, ഒന്ന് വേഗം വന്നേ, ഒരു കാര്യമുണ്ട്. ഹരിയുടെ ഒച്ച ഇടറുന്നുണ്ടായിരുന്നു. എന്താ ഹരി, എന്താ കാര്യം? ദത്തനും ഹരിയും ഒരേ സ്വരത്തിൽ ചോദിച്ചു. അത് പിന്നെ ഏട്ടൻ എന്തോ അപകടം. അപ്പോഴേക്കും ഹരിയുടെ കയ്യിലിരുന്ന മൊബൈൽ വീണ്ടും റിങ്ങായി. ഹലോ, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലെത്തിയാൽ മതി കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടായി. സിദ്ധു, നമുക്ക് ഹരിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആരോടും ഒന്നും പറയണ്ട, നമുക്ക് പോകാം. സിദ്ധു കാർ ഇറക്കി. ദത്തനും ഹരിയും അതിലേക്ക് കയറി. കാർ ഗേറ്റ് കടന്നു. അമ്മു, ഹരി എവിടേക്കാണ് തിരിക്കിട്ട് പോയത്? ദേവി അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു. അറിയില്ല ഏട്ടത്തി, ആരുടെയോ ഫോൺ വന്നു. ഏട്ടത്തി വാ, നമുക്ക് അവിടെ ഇരിക്കാം. ദേവേട്ടനും മോനും ഇതുവരെ വരാത്തതെന്താ? വരുന്നവരൊക്കെ അമ്പൂട്ടനെ തിരക്കുന്നു. വരട്ടെ ദേവേട്ടൻ. സമയം ഒച്ചിനെ പോലെ ഇടഞ്ഞു നീങ്ങി. എന്നാൽ ഈ ദേവൻ ചെയ്തത് ശരിയാണോ? ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അമ്മാവൻ അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു. ഹരിയെയും കാണാനില്ല. ഇതൊക്കെ എന്തൊരു ഏർപ്പാടാണ്. മെഡിക്കൽ കോളേജിലെത്തുമ്പോൾ ആദ്യമേ കാഷ്വാലിറ്റിയിൽ ആക്സിഡൻറ്റ് കേസിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ICUവിലാണെന്ന് പറഞ്ഞു. കാലുകൾക്ക് വേഗത കൂട്ടി നേരെ ICUവിൻ്റെ അടുത്തേക്ക് ചെന്നു. ശരീരത്തിൽ നിറയെ രക്തക്കറയുമായി 2 ചെറുപ്പക്കാർ നിൽക്കുന്നത് കണ്ടു. ഹരിയുടെ കാലുകൾക്ക് തളർച്ച കൂടി. ഡാ ഹരി, നീ ഇങ്ങനെ ആയാലോ? അത്രയ്ക്ക് കുഴപ്പമൊന്നും കാണില്ല. നീ വെറുതെ പേടിക്കുന്നതാ. ഇപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ ഒരാളെയും കുഞ്ഞിനെയും ഇവിടെ എത്തിച്ചത് അതെ ഞങ്ങളാണ്. ബൈക്കിൽ വരുമ്പോൾ ഒരു ലോറി ഓവർ സ്പീഡിൽ കയറി വന്നതാണ്. മുന്നിലിരിക്കുന്ന കുഞ്ഞു തെറിച്ചു വീണു. അയാളുടെ ശരീരത്തിലൂടെ ലോറിയുടെ പിന്നിലെ ടയർ കയറി ഇറങ്ങി. അവന്മാർ നിർത്താതെ പോയപ്പോൾ ഞങ്ങൾ പിടിച്ചു നിർത്തി. ഇവിടെ എത്തിക്കും മുമ്പ് പറഞ്ഞു മുഴുമിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഓപ്പറേഷൻ റൂമിൽ നിന്നും ഒരു വെള്ളമുണ്ട് പുതപ്പിച്ച് സ്ട്രെച്ചർ പുറത്തേക്ക് വന്നു. പിന്നാലെ തന്നെ മറ്റൊരു സ്ട്രെച്ചറിൽ അമ്പൂട്ടനും. ഹരി ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് ആ സ്ട്രെച്ചറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഉറങ്ങുന്ന പോലെ കിടക്കുന്ന ദേവേട്ടൻ മുഖത്തിൻ്റെ ഇടതുഭാഗത്തായി ആഴത്തിൽ മുറിഞ്ഞിരിക്കുന്നു. ദേവേട്ടാ,
തൊട്ട് പിന്നാലെ സ്ട്രെച്ചറിൻ്റെ അടുത്ത് നീങ്ങി അതിൻ്റെ മുഖത്തെ തുണിയെടുത്തു മാറ്റി. അമ്പൂട്ടാ, മോനെ, കൊച്ചച്ഛൻ്റെ പൊന്നെ. കുഞ്ഞുമുഖം മുഴുവൻ ചോരമയം. ഡോക്ടർ നിലവിളിയും ബഹളവും കേട്ട് പുറത്തേക്ക് വന്നു. നിങ്ങൾ അയാളെ പിടിച്ചു മാറ്റി അവിടെ ഇരുത്തൂ. ഇന്നിനി പോസ്റ്റ്മോർട്ടം നടക്കില്ല. നാളെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ബന്ധുക്കൾക്ക് ഏറ്റെടുക്കാം. സിദ്ധുവും ദത്തനും കണ്ട കാഴ്ചയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അല്പം മുമ്പ് തങ്ങളുടെ മുന്നിൽ സന്തോഷത്തോടെ നിന്നവൻ്റെയും ഒന്നും അറിയാത്ത കുരുന്നിൻ്റെയും വിയോഗം അവർക്കും ഉൾക്കൊള്ളാനായില്ല. ഹരിയെ വല്ല വിധേനയും പിടിച്ചു മാറ്റി അടുത്ത് കണ്ട ചെയറിലിരുത്തി. അപ്പോഴേക്കും അവൻ്റെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി. ഹരി ഫോൺ പുറത്തേക്കെടുത്തു. ഹലോ ഹരി, നീ എവിടെയാ? ദേവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നോട്ട് റീച്ചബിൾ പറയുന്നു. ഹലോ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ ഹരി. അവൻ വേഗം ഫോൺ കട്ടാക്കി. ഏട്ടത്തിയോട് ഞാൻ എന്ത് പറയും സിദ്ധു? അമ്മയെ ഞാൻ എങ്ങനാടാ, എനിക്ക് പറ്റുന്നില്ല. അവൻ മുടിയിൽ കൈ കൊരുത്തുകൊണ്ട് ഉറക്കെ ഉറക്കെ അലറിക്കരഞ്ഞു. മൊബൈൽ കട്ടായതും ദേവി തളർച്ചയോടെ അടുത്തുള്ള കസേരയിലിരുന്ന്. എന്താ ദേവി, എന്താ? കമലവും അമ്മുവും ദേവിയുടെ അടുത്തേക്ക് വന്നു. അറിയില്ലമ്മേ, മനസ്സിലാകെ ഒരു പിടച്ചിൽ, എന്തോ ശ്വാസം മുട്ടുന്നു. ഹരിയെ വിളിച്ചിട്ട് അവനൊന്നും പറയുന്നില്ല. ദേവേട്ടനും മോനും ഇതുവരെ കണ്ടില്ലല്ലോ. അവർ വരും, നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. മകളെ ആശ്വസിപ്പിച്ചെങ്കിലും കമലത്തിൻ്റെ മനസ്സിലും വല്ലാത്തൊരു ആശങ്ക നിറഞ്ഞു. അവരത് മാഷിനോട് പങ്കുവെച്ചു. തിരക്കിനിടയിൽ സിദ്ധുവും ദത്തനും ഹരിയും കൂടി കാറിൽ കയറി പോകുന്നത് മാഷ് കണ്ടായിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങി. ദേവനും അമ്പൂട്ടനും മടങ്ങി വരാത്തത് അതിഥികൾക്കിടയിൽ ചർച്ചയായി. അമ്മയുടെയും അമ്മാവൻ്റെയും കാതിലും എത്തി. ഇതിനിടയിൽ ആരൊക്കെയോ ചേർന്ന് ബൈക്കുമായി പുറത്തേക്ക് അന്വേഷിക്കാൻ പോയി. പോയവർ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ തിരികെ എത്തി. വീട്ടിലേക്ക് കയറുന്ന കമാനത്തിൽ കെട്ടിയിരുന്ന തോരണങ്ങളും ബൾബും ബലൂണും അഴിച്ചുമാറ്റി. ഡെക്കറേറ്റ് ചെയ്തു വെച്ചിരുന്ന സ്റ്റേജിലെ ബലൂണുകളും മറ്റും അഴിച്ചുമാറ്റി. ദേവി ശരീരം തളർന്ന് പിന്നിലേക്ക് മറിഞ്ഞു വീണു. അമ്മു മൊബൈൽ കയ്യിലെടുത്ത് ഹരിയുടെ ഫോണിലേക്ക് വിളിച്ചു. 1-2 തവണ റിങ് ചെയ്തതിന് ശേഷമാണ് ഹരി കോൾ അറ്റൻഡ് ചെയ്തത്. എന്താ ഹരിയേട്ടാ? ദേവേട്ടൻ എവിടെ? എൻ്റെ ദേവേട്ടനും അമ്പു എവിടെ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? എന്നോടെങ്കിലും സത്യം പറയൂ. ദേവേട്ടൻ എന്താ സംഭവിച്ചത്? പോയടി അമ്മു, നമ്മുടെ ഏട്ടൻ, നമ്മുടെ പൊന്നുമോൻ, 2 പേരും നമ്മളെ വിട്ടുപോയി. ഹരിയേട്ടാ, എന്താ പറഞ്ഞേന്ന്? നമ്മുടെ ദേവേട്ടനും അമ്മുമാനും പോയെന്നോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ദേവി വേഗം അവിടേക്ക് പാഞ്ഞു വന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി. പറയ് ഹരി, എന്താ എൻ്റെ ദേവേട്ടന്? എന്താ എൻ്റെ അമ്മുമോന്? എവിടെ? പറയടാ, എന്നോട് പറയൂ. ഏട്ടത്തി, അവർ പോയി ഏട്ടത്തി, അവർ നമ്മളെ വിട്ട് പോയി. തനിക്ക് ചുറ്റുമുള്ള ഭൂമി കീഴ്മേൽ മറിഞ്ഞു. താനതിൽ വീണു പോകും പോലെ തോന്നി ദേവിക്ക്. ദേവേട്ടാ, എൻ്റെ ദേവേട്ടാ, അമ്പുമോനെ. അവൾ പ്രാന്തിയെപ്പോലെ നിലവിളിച്ചുകൊണ്ട് ഗേറ്റിന് പുറത്തേക്ക് ഓടി. ആരെല്ലാമോ ചേർന്ന് അവളെ പിടിച്ചു നിർത്തി. ബോധം മറഞ്ഞവൾ പിന്നിലേക്ക് വീണു. ഭവാനിയമ്മ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് ഊർന്നു വീണു. ഭവാനി, അമ്മേ. അമ്മാവനും അമ്മുവും ഭവാനി അമ്മയെ കുലുക്കി വിളിച്ചുകൊണ്ടിരുന്നു. ആരെല്ലാമോ ചേർന്ന് ഭവാനി അമ്മയെ എടുത്തുകൊണ്ട് അകത്തേക്ക് കിടത്തി. എന്നാലും ഇത് വല്ലാത്ത വിധിയായി പോയി. എന്ത് സന്തോഷം നിറഞ്ഞ വീടായിരുന്നു. ആ കൊച്ച് ഇതെങ്ങനെ സഹിക്കും? എന്ത് സന്തോഷമായിട്ടാണ് 2 പേരും ജീവിച്ചത്. എല്ലാം സഹിക്കാൻ ആ കൊച്ചിന് ഈശ്വരൻ കരുത്ത് കൊടുക്കട്ടെ. എൻ്റെ മോനെ ദേവാ, നീ അമ്മയെ വിട്ടു പോയോടാ. എനിക്കിത് സഹിക്കാൻ വയ്യ. എൻ്റെ കുഞ്ഞിനെത്താ, എനിക്കെൻ്റെ മക്കളെത്താ. ഭവാനി നെഞ്ച് പൊട്ടുമാർ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. മാഷിനും കമലത്തിനും ദേവിയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. മാലതി, എൻ്റെ മോൾ ഇതെങ്ങനെ സഹിക്കും? ദേവനും കുഞ്ഞും മാത്രമാണ് എൻ്റെ മോളുടെ ലോകം. അവൾ ഭ്രാന്തിയായി പോകുമാലു, സഹിക്കാൻ വയ്യ. മാഷ് കസേരയിൽ ചാരി കണ്ണുമടച്ചിരുന്നു. പക്ഷെ കണ്ണ് രണ്ടും പൊട്ടി ഒഴുകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നെഞ്ച് തടവുന്നുണ്ട്. പിറന്നാളിന് വന്നവർ കസേരകൾ ഒതുക്കി മാറ്റി ഷാമിയാന അഴിച്ചു മാറ്റി അവിടെ നീല ടാർപ്പാളിന് ഉയർന്നു. ട്യൂബ് ലൈറ്റ് വലിച്ചു കെട്ടി. വീട്ടിനുള്ളിൽ നിന്നും അലമുറയിട്ട് കരച്ചിൽ ചീളുകൾ ഉയർന്നു. പോസ്റ്റ്മോർട്ടം രാവിലെയേ ഉണ്ടാകൂ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല. ഡോക്ടർ പറയുമ്പോൾ ഹരി നിർവികാരികതയോടെ തലയിൽ കയ്യും താങ്ങിയിരുന്നു. ദേവൻ്റെ മൊബൈൽ, വിവാഹമോതിരം, മാല, വാച്ച്, അമ്പുമോൻ്റെ അരഞ്ഞാണം, കൊലുസ്, മാല, വള, ബ്രേസ്ലെറ്റ് ഇവയെല്ലാം നഴ്സ് ഹരിയെ ഏൽപ്പിച്ചു. ഹൃദയം നിലച്ചുപോയി അതെല്ലാം കയ്യിൽ വാങ്ങുമ്പോൾ ഹരി, ഇനിയും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് വീട്ടിൽ പോകാം. സിദ്ധു അവനെ ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. ഇല്ല സിദ്ധു ഏട്ടാ, ഞാൻ ഏട്ടത്തിയോട് എന്ത് പറയും? എൻ്റെ ദേവേട്ടൻ മരിച്ചെന്നോ? എൻ്റെ അമ്പൂട്ടൻ മരിച്ചെന്നോ? അമ്മയോട് പറയണോ ഏട്ടൻ മരിച്ചെന്ന്? എനിക്ക് കഴിയില്ല സിദ്ധു ഏട്ടാ, എനിക്ക് കഴിയില്ല ദത്ത. എനിക്ക് സമാധാനിക്കാൻ കഴിയുന്നില്ല. ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നുന്നു. ഇനിയും നീ വീട്ടിൽ പോയില്ലെങ്കിൽ ചിലപ്പോൾ ഏട്ടത്തി ഇവിടെ വരും. അത്രയും മോശമാണ് അവിടെ ഏട്ടത്തിയുടെ അവസ്ഥ. നീ പോണം.
അവിടെ നിനക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിന്റെ ഏട്ടന് വേണ്ടി. വീട്ടിലേക്കുള്ള യാത്രയിൽ സർവ്വവും നഷ്ടപ്പെട്ട പോലെയായിരുന്നു ഹരി. സ്വപ്നത്തിൽ പോലും കരുതാത്തതാണ് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് തൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊരു ദുരന്തമുണ്ടാവുമെന്ന് കരുതിയില്ല. വിധിയുടെ ക്രൂരത ചിലപ്പോഴെങ്കിലും വൈകൃതമാകാറുണ്ട്. വീടിൻ്റെ ഗേറ്റ് കടക്കുമ്പോൾ ചുമരിൽ അമ്പൂട്ടനെയും എടുത്തു നിൽക്കുന്ന ഏട്ടൻ്റെ ഫോട്ടോ. ചങ്ക് കലങ്ങിപ്പോയി. കാറിൽ നിന്നിറങ്ങിയപ്പോൾ ഹരി വേച്ചു പോയി. ഹരി, എൻ്റെ ദേവേട്ടൻ എവിടെ? എൻ്റെ അമ്പുമോൻ എവിടെ? ഹരി, നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഹരിയുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ദേവി ചോദിച്ചു. എനിക്ക് കാണണം ഹരി, എൻ്റെ ദേവേട്ടനെ, എൻ്റെ പൊന്നുമോനെ. നീ കണ്ടോ ഹരി ദേവേട്ടനെ, എൻ്റെ അമ്പുമോനെ? എൻ്റെ ദേവേട്ടനും മോനും ഇപ്പോൾ തണുത്ത് മരവിച്ച് കിടക്കുമായിരിക്കുമല്ലേ? ഏട്ടത്തി, ഏട്ടത്തി സമാധാനിക്ക്. എങ്ങനെയാ ഹരി? എനിക്കെൻ്റെ പ്രാണനല്ലേ എൻ്റെ ദേവേട്ടൻ, എൻ്റെ പൊന്നുമോനും. എങ്ങനെ ഞാൻ സമാധാനിക്കാനാ? ഉറന്ന് നിലത്തേക്കിരുന്ന് മുട്ടിൽ മുഖം ചേർത്തവൾ അലറിക്കരഞ്ഞു. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.